കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അതിന് ആളുകളിൽ നിന്ന് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. കുറേ ആളുകൾ അതിനെ വിമർശിച്ചു, കുറേ ആൾക്കാരതിൽ വിശ്വാസ്യത പ്രകടിപ്പിച്ചു. ഇതെന്തു തന്നെയായാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. വിശ്വാസമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം, അല്ലാത്തവർക്ക് അതിനെ നിഷ്കരണം തള്ളിക്കളയാം. ആരെയും നമ്മളിത് നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുന്ന കാര്യമല്ല. ഞാൻ കണ്ട കാര്യം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ അസ്ട്രോളജിയിൽ കൂടി പല കാര്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിലും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ രീതിയിലുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഞാൻ കണ്ട അത്ഭുത കാഴ്ചകളുണ്ട്. അത് ഞാൻ കാണുന്ന നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ കണ്ട അത്ഭുത കാഴ്ചകൾ. അപ്പോൾ ഇന്നും അതുപോലെ ഒരു കാഴ്ചയാണ് പറയാൻ പോകുന്നത്. അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ഞാൻ അസ്ട്രോളജിയിൽ കൂടി മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു പരിചയമുള്ള ആൾ, സ്ഥിരമായിട്ട് ആ ആളിന് നടുവേദനയാണ്. അപ്പോൾ അങ്ങനെ ബാക്ക് പെയിനായിട്ട് ഏത് ഹോസ്പിറ്റലിൽ പോയാലും രോഗങ്ങളൊന്നും എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല. പ്രത്യേകിച്ച് അവർ പറയും രോഗങ്ങളൊന്നുമില്ല, പക്ഷേ ഇദ്ദേഹത്തിന് വളരെ കൂടുതൽ വേദനയാണ്, വേദന സഹിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ വന്നു ജാതകം പരിശോധിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടു. വീണ്ടും ഞാൻ അത്ഭുതവും തന്നെ പറയുകയാണ്, എപ്പോഴും എനിക്കിതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വഴിക്ക് പിന്നെ കുട്ടികളായിരിക്കുന്ന ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനുജൻ, ഒരു 14 വയസ്സ് 15 വയസ്സ് ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ഫുട്ബോൾ കളി കണ്ടുകൊണ്ട് ഒരു മതിലിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. മറ്റു കുട്ടികൾ കളിക്കുന്നു, ഈ കുട്ടി മതിലിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ എന്തോ ഒരു കലഹമുണ്ടായിട്ട് ഒരു കുട്ടി ഈ കുട്ടിയെ തള്ളിയിട്ടത് ഇത് ഇടിച്ചിട്ട് വീണ് മരിച്ചുപോയി. ആ കുട്ടി കുറച്ച് ദിവസം സുഖമില്ലാതെ കിടന്നു, പക്ഷെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ ഈ വ്യക്തി ആ ആളിൻ്റെ റീബർത്തായിട്ടാണ് കാണുന്നത്. അന്നുണ്ടായ പെയിൻ ഇദ്ദേഹത്തിൻ്റെ സ്വപ്ന മനസ്സിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വേദന ഇദ്ദേഹം അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു റിയലൈസേഷൻ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസുഖം മാറി. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള അത്ഭുത കാഴ്ച. അതേപോലെ തന്നെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീയെ ഒരിക്കൽ സ്ഥിരമായി തലവേദന വരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഇതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ അവരുടെ ഒരു പാസ്റ്റിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് തല പൊട്ടിയാണ് മരിച്ചത്. ആ സ്ത്രീക്കും ഈ വേദന അനുഭവപ്പെടുന്നത് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനിത് പറഞ്ഞതുകൊണ്ട് എല്ലാ രോഗങ്ങളും പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ചില രോഗങ്ങൾ കർമ്മഗതി അനുസരിച്ച് പൂർവ്വജന്മത്തിലെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടാകാം. ചിലത് നമ്മളുടെ ജീവിതചര്യകൾ കൊണ്ട് ഉണ്ടാകാം, ചിലത് സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നതുണ്ടാകാം. പലതരത്തിലുള്ള രോഗങ്ങളാണ് മനുഷ്യനുണ്ടാകുന്നത്. എല്ലാം പാസ്റ്റ് കൊണ്ട് മാത്രമാണ് എന്ന് വിചാരിക്കരുത്.